ഹായ് മക്കളെ, കഴിഞ്ഞ ജൂലൈയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ നമ്മുടെ ലാബും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും. ചിലർക്കൊക്കെ ഒക്ടോബറിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്താ? കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാം. അപ്പൊ ലാബിൽ കയറാത്ത ഒരുപാട് ബിരുദന്മാരുണ്ടായിരിക്കും, ലാബിൽ എന്നും കയറുന്ന പെർഫെക്റ്റ് മക്കളുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ചെയ്ത ലാബ് അടുത്ത ആഴ്ചയിലെ ഈ ദിവസം സൈൻ വാങ്ങാതെ കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. സാറെ വായിത്താൽ അല്ലെ ടീച്ചറെ വായിത്താൽ ഒരുപാട് ഇങ്ങനെ ടീച്ചറെ സൈൻ തരൂ അപ്പൊ ടീച്ചർ അവിടെ എന്തോ യൂണിറ്റ് ഇല്ല, അവിടെ എന്തോ റീഡിങ് റെഡി അല്ല, അവിടെ എന്തോ ഉടായ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ മടക്കി അയച്ചിട്ടില്ലേ. അതൊക്കെ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആയിരിക്കും. ഇപ്പൊ ടീച്ചറോട് ഭയങ്കര ദേഷ്യമായിരിക്കും, പണ്ടറങ്ങനായിട്ട് ഇത് എത്ര ചെയ്തിട്ടൊന്നും മനസ്സിലാവാത്ത അല്ലെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്താ? കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാം. ആ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? മോഡൽ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലെ. മോഡലിന് പോലെ തന്നെയാണ് നമ്മുടെ എന്തുണ്ടാവുക, പബ്ലിക് ഉണ്ടാവുക. അപ്പൊ മോഡൽ അങ്ങോട്ട് സെറ്റ് ആക്കിയാൽ പബ്ലിക് സെറ്റ് ആണല്ലോ. അപ്പൊ അത് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു എക്സാമിന്റെ കാര്യമായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട്? പൊളിക്കൂലേ? പൊളിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സാമിന്റെ ഈ വീഡിയോയുടെ ലിങ്കും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എല്ലാ വീഡിയോസ്, അസിഡിമെട്രി, ആൽക്കലിമെട്രി, സാൾട്ടിന്റെ ഷോർട്ട് എക്സ്പ്ലനേഷൻ, സാൾട്ടിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ സാൾട്ടിന്റെ ട്രിക്സും അണ്ടർലൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും മാക്സിമം നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ തീരെ മറക്കല്ല കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എടാ കഷ്ടപ്പെട്ട് എടുക്കല്ലടാ, എന്തെങ്കിലും കമന്റ് ഇടറാ, റെഡി. അപ്പൊ നമ്മൾ എക്സാമിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാം 3 മണിക്കൂറാണുള്ളത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സ്കീമും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. കാൽക്കുലേഷൻ, അതായത് നമ്മളെ അസിഡിമെട്രി ആൽക്കലിമെട്രിയിലെ കാൽക്കുലേഷന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ പരിപാടി തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1.5 മണിക്കൂർ ലാവിഷായിട്ട് നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റും. കാരണം എവിടെ? എക്സാം ഹാളല്ല, പുറത്ത് സ്കൂളിൽ അവിടെ ഇരുന്നിട്ട്. ഓക്കെ, അപ്പം എക്സാം ഹാൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കെമിസ്ട്രി ലാബിൽ അവസാനത്തെ സമയമായിരിക്കും. സോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയാ വൈകാരികമായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. HDSനോട് സംസാരിക്കാം, HCLനോട് സംസാരിക്കാം അല്ലെ. വേണമെങ്കിൽ കുറച്ച് എന്താ പറയാ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാം. ഓക്കെ, അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോ, റെഡി. അപ്പം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എക്സാമിനേഷൻ ആൾ കയറി ചെന്നാൽ റെക്കോർഡൊക്കെ വാങ്ങി വെച്ചിട്ട് ഹാൾ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു മെയിൻ ഷീറ്റ് തരും. മെയിൻ ഷീറ്റിൽ നിങ്ങളെ ഹാൾ ടിക്കറ്റ് മെയിൻ ഷീറ്റിൽ നിങ്ങളെ ആ ഒരു രജിസ്റ്റർ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഹാൾ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മെയിൻ ഷീറ്റ് വരും. മെയിൻ ഷീറ്റിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് പേജിലെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ അങ്ങോട്ട് തരും. ഈ ക്വസ്റ്റ്യനിനകത്ത് ഇവിടെ ചിലപ്പം ബേസ് ഉള്ളത് ചിലപ്പോൾ ആസിഡ് ആയിരിക്കാം, ആസിഡ് ഉള്ളത് ബേസ് ആയിരിക്കാം. അപ്പൊ അത് മാറ്റമുണ്ടെങ്കിൽ അപ്പൊ തൽക്കാലം എക്സ് ഒന്നും വൈ ഒന്നും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 3 മണിക്കൂറാണ് സമയം. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. 40 മാർക്കാണൊക്കെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് NaOH ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് 3.7 gram per liter. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഈ അസിഡിമെട്രി. ഇതിപ്പോ അസിഡിമെട്രി ആണ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇത് ആയിക്കോളുന്നില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാണ്. അപ്പൊ എക്സും വൈ ആവും, ആസിഡ് ഓർ ബേസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഓഫ് ദി അബവ് എസ്റ്റിമേഷൻ വിത്ത് ഫസ്റ്റ് 5 മിനിറ്റ്. അപ്പൊ ആദ്യത്തെ പരിപാടി ആ മെയിൻ ഷീറ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റിൽ, പിന്നത്തെ 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നമ്മൾ ചെയ്ത ടൈട്രേഷൻ അതിന്റെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ ബ്യൂററ്റിൽ എന്ത്, പിപ്പറ്റിൽ എന്ത്, ഇൻഡിക്കേറ്റർ എന്ത്, കളർ ചേഞ്ച് മാത്രം എഴുതിയാൽ പോരാ. അത് ആദ്യം എഴുതിക്കോ. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്ന സൊല്യൂഷനെ നമ്മൾ മേക്കപ്പ് ടു 100 ml ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഓക്കെ, അത് നമ്മൾ യൂണിഫോം കോൺസെൻട്രേഷൻ ഒക്കെ ആക്കി. അതിനുശേഷം എന്താണോ ബ്യൂററ്റിൽ എടുക്കുക അത് പറഞ്ഞു, എന്താണോ പിപ്പറ്റി അത് പറഞ്ഞു, കോണിക്കൽ ഫ്ലാസ്കിലാക്കി ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, ടൈട്രേഷൻ നടത്തി. എൻഡ് പോയിന്റ് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ഗെറ്റ് കൺകോർഡന്റ് വാല്യൂ അത്ര എഴുതി വെച്ചാൽ എന്തായി, ആ ഒരു പ്രൊസീജിയറായി. ആ പ്രൊസീജിയർ എഴുതി കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പെരിമെന്റ് ചെയ്യാം. ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാൾട്ട് തരും ടീച്ചർ. ആ സാൾട്ടിലെ ആനിയോണും കാറ്റിയോണും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അത് കണ്ടുപിടിക്കാനുള്ള അടിപൊളി പരിപാടികൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ അടുത്ത് ടീച്ചർ അടുക്കളയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്തോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, സുഖമാണോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്, സിംഗിൾ ആണോ, അതേപോലെ ഡബിൾ ആണോ, മിംഗിൾ ആണോ, അതൊന്നും നല്ലടോ ചോദിക്കുക. കാൽഷ്യം കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ത്, നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്താണ്, അതേപോലെ തന്നെ ഓർഗാനിക്കിലെ ഫിനോളിന്റെ റിയാക്ഷൻസ് ഒക്കെ ചോദിക്കുക. അങ്ങനെ ആ ഒരു നമ്മൾ ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. അല്ലാതെ നിങ്ങൾ നാട്ടുവർത്താനല്ല ചോദിക്കുക. ഓക്കെ, അങ്ങനെ വിചാരിക്കില്ലേ. അപ്പൊ ഈ വൈവ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മജൻ ഉണ്ടല്ലോ, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ എന്താന്ന് ചോദിച്ചാണ് ഇംഗ്ലീഷിൽ വാട്ട്. യെസ്, കറക്റ്റ് ആൻസർ വാട്ട്. അങ്ങനെ ചക്കൊക്കെ എറിഞ്ഞത് മാങ്ങ എറിഞ്ഞത് ചക്ക കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസേഴ്സ് കൊടുക്കുക. അതാണ് എന്ത് വൈവ വോയിസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു
ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ റെക്കോർഡ് ഓൾറെഡി 4 മാർക്ക്, അതേപോലെ വൈവക്ക് 2 മാർക്ക്, സോൾട്ടിന് 16, അതേപോലെ തന്നെ നമ്മുടെ പ്രൊസീജിയറിന് 3, അതേപോലെ നമ്മുടെ ടൈട്രേഷന് അസിഡിമെട്രിക്ക് അല്ലെങ്കിൽ ആൽക്കലിമെട്രിക്ക് 15 മാർക്കാണ്. മോസ്റ്റ് പ്രോബ്ലി അസിഡിമെട്രി ആൽക്കലിമെട്രി ആണ്. ചില സ്കൂളുകളിൽ പെർമാഗ്നോമെട്രി വെക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസും സ്റ്റേറ്റ് സിലബസ് ഉള്ള ആൾക്കാർ പെർമാഗ്നോമെട്രി പ്രൊമോട്ട് ചെയ്യാറില്ല. CBSE-കാർക്കാണ് പെർമാഗ്നോമെട്രി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് സാധനം. അപ്പൊ നമ്മൾ ആദ്യം പ്രൊസീജിയർ എഴുതി കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രൊസീജിയർ എഴുതിയതിനു ശേഷം ഈ രൂപത്തിലാണ് ആദ്യം പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആൻഡ് പ്രൊസീജിയർ ആണ്. അത് ഇക്വേഷൻ എഴുതാം, അതേപോലെ ഇക്വലൻ മാസ് വേണം കൊടുത്താൽ മതി, നിർബന്ധമല്ല. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ ഇക്വേഷൻ കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ NaOH മെച്ചിലായതുകൊണ്ട് ഈ രൂപത്തിലായിരിക്കും. റെഡി? ഇനി അതിനുശേഷം പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ ബോക്സിൽ എഴുതി കൊടുത്താൽ അടിപൊളിയായിരിക്കും. എന്നിട്ടോ റൈറ്റ് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്ത് ചെയ്യുക? നിങ്ങളെ വേർഡ്സിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, കോവിഡിന് ശേഷം ഇങ്ങനെ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പോരാ. കോവിഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോവിഡ് ഉണ്ടാവും വേണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ ഒന്ന് എഴുതി കൊടുക്കുക. അതാണ് പ്രൊസീജിയർ. ടീച്ചറെ അടുത്ത് ആ ഒരു പേപ്പർ കൊണ്ടുപോയി കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു എക്സ്പെരിമെന്റിലേക്ക് അടുക്കുക. അപ്പൊ ഇവിടെ അസിഡിമെട്രി ആയതുകൊണ്ട്, എസ്റ്റിമേഷൻ ഓഫ് ബേസ് ആയതുകൊണ്ട് തന്ന ബേസ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒഴിച്ച് അത് 100 ml ആക്കി, അതിലെ യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കി 20 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പിറ്റ് ചെയ്തു, ഫിനോഫ്തിലിൻ ആഡ് ചെയ്തു, ബ്യൂറോട്ടിനിൽ ആസിഡ് വെച്ചിട്ട് നമ്മൾ ടൈറ്റേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം കിട്ടും അല്ലെ? ഇവിടെ നമ്മൾ എടുത്തത് 20 ml ആണ്. ഇത് 0 ആയിരുന്നു. ഇവിടെ നമുക്ക് ഏകദേശം 90.8 കിട്ടി വിചാരിക്കാം. അപ്പൊ 90.8. അതേപോലെ തന്നെ വീണ്ടും 20 ആയിരുന്നു, 0. വീണ്ടും നമുക്ക് 90.8 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 90.8 എന്ന് കൊടുക്കുക. ഇനി 90.8 കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? കിട്ടിക്കുക. നിങ്ങൾ ഫസ്റ്റ് തന്നെ നല്ല വൃത്തിക്കൊന്ന് ചെയ്ത് വന്നാൽ അടിപൊളിയായിട്ട് കിട്ടൂടാ. പിന്നെ ഈ കൺകോർഡന്റ് വാല്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മരിക്കണ്ട. ആകെ 4 പ്രാവശ്യം 100 ml കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5ാമത്തെ പ്രാവശ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിപ്പറ്റോണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ജ്യൂസ് കുടിക്കാം. വേണോ? വേണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയൊക്കെ ചെറിയ ഉടായ്പ കാണിക്കാം. ടീച്ചറോട് പറയല്ലേ പോയിട്ട്. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് അടിപൊളിയായിട്ട് സ്ലോ ആയിട്ട് ചെയ്യാം ഫസ്റ്റിൽ. അപ്പൊ നമുക്ക് ആ റേഞ്ച് മനസ്സിലാവും. പിന്നെ ആ റേഞ്ച് വരെ ഒന്ന് സ്പീഡായിട്ട് ചെയ്തിട്ട് ആ റേഞ്ച് എത്തുമ്പോൾ എന്ത് ചെയ്യുക? സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് ചെയ്താൽ 2 എക്സ്പെരിമെന്റ് കൺകോർഡന്റ് വാല്യൂ കിട്ടൂടാ. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ അതിൽ എന്ത് ചെയ്യുക? ഒരുപാടെണ്ണം ചെയ്തിട്ട് എന്ത് ചെയ്യുക? സമയം കളയണ്ട, 2 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 60 ചെയ്ത് ടാബ്ലർ കോളൊക്കെ വരച്ചു. പിന്നെ മാസ് പെർ ലിറ്റർ നമുക്കറിയാം 3.7 ആണ്. അപ്പൊ 36.5 ആണ് ഇക്വലൻ മാസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3.7 by 36.5. ഇവിടെ എന്തോ ഒരു വാല്യൂ കിട്ടും, അത്രയും നോർമാലിറ്റി കിട്ടും. ദെൻ വോളിയം നമുക്ക് 90.8, വോളിയം നമുക്ക് 20 ml ആണ് അല്ലെ? വോളിയം എത്ര നമുക്കുള്ളത്? 20 ml അല്ലേ? ബേസിന്റെ വോളിയം 20 ml ആണ്. പിപ്പറ്റ് ഔട്ട് ചെയ്യുക. 20 ആണ്, മറ്റേത് 90.8 ആണ്. പിന്നെ അവിടെ നോർമാലിറ്റി കിട്ടിയോണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ടൈപ്പ് നോർമാലിറ്റി ഉണ്ടായിരിക്കും. ആ നോർമാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇൻറ്റു 40, ദാറ്റ് നോർമാലിറ്റി ഇൻറ്റു 40 നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മാസ് പെർ ലിറ്റർ കിട്ടും. മാസ് പെർ ലിറ്ററിനെ ഇൻറ്റു 100/1000 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എക്സ് ഗ്രാം കിട്ടും. ആ എക്സ് ഗ്രാം നമ്മൾ എന്ത് ചെയ്യുക? മാസ് ഓഫ് ദി NaOH ഇൻ ദി ഹ്യൂമൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഗ്രാം എന്ന് കൊടുത്താൽ അതിന്റെ റിസൾട്ട് ആയി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് പ്രൊസീജിയർ പഠിക്കണം, ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മളെ വീഡിയോ അപ്പുറത്തുണ്ട്, പോയിട്ട് ഇരുന്ന് കാണുക. അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും സെറ്റാണല്ലോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ദീപം എന്ന് പറഞ്ഞിട്ടല്ല, സാൾട്ട് വാച്ച് ക്ലാസ്സിലായിട്ട് തരും. അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ പ്രിലിമിനറി അനാലിസിസ് ഒക്കെ ചെയ്തോ? സമയം കലണ്ട് ഞാൻ പറയുന്നു. ആദ്യം നിങ്ങൾ എന്ത് ചെയ്തോ? ആനിയോണിനെ കണ്ടുപിടിച്ചോ. ആനിയോണിനെ കണ്ടുപിടിക്കുക. പ്രിലിമിനറി അവിടെ നിൽക്കട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ അനാലിസിസ് ഓഫ് ആനിയോൺസിൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കൺഫർമേറ്റ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് പോകരുത്. നേരെ ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സോഡിയം കാർബണേറ്റ് Na2CO3 ആഡ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയിട്ടാ? കാറ്റയോണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഡൈലൂട്ട് HCl. ഇതിലൊന്നും കിട്ടിയില്ലെങ്കിൽ മൂന്നാമതായിട്ട് അസറ്റിക് ആസിഡും അതേപോലെ തന്നെ പൊട്ടാഷ്യം ക്രോമേറ്റും. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആഷ് ടെസ്റ്റ്. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലെയിം ടെസ്റ്റ്. ഇതൊന്നും അടുത്തടുത്ത് കിട്ടിയില്ലെങ്കിൽ 4 കിട്ടിയില്ലെങ്കിൽ 5ലേക്ക്, 3 കിട്ടിയില്ലെങ്കിൽ 4ലേക്ക്, അങ്ങനെ പോയാൽ മതി. 1 കിട്ടിയാൽ പിന്നെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ 6ാമത്തേലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫ്ലെയിം ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? മാഗ്നസോൺ റിയേജന്റ് കേട്ടോ. മാഗ്നസോൺ റിയേജന്റ്. ഇത്രയും ചെയ്താൽ നമുക്ക് ആ ഒരു കാറ്റോൺ ആനോൺ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതും എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതാ? ഈ രൂപത്തിൽ ആദ്യം നമ്മൾ ടേബിൾ വരയ്ക്കുക. എന്താണ്? എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് മുകളിൽ ഹെഡിങ് കൊടുക്കണം, അനാലിസിസ് ഓഫ് ആനിയോൺ. അപ്പൊ ആനിയോൺ നമുക്കിപ്പോ കിട്ടിയത് ഏതാ? ഫോർ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾ വിചാരിക്കുക അമോണിയം കാർബണേറ്റ് ആണെന്ന് വിചാരിക്കുക. NH4
ട്വൈസ് CO3. ഇത് കിട്ടണോ സ്വർഗത്തില. കാരണം എന്താ, ഫസ്റ്റത്തെ കാറ്റയോണും ഫസ്റ്റത്തെ ആനിയോണും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിവിടെ അമോണിയം കാർബണേറ്റ് ആയതുകൊണ്ട് HCl ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബ്രിസ്ക് എഫറസൻസ് കിട്ടും. സോ പ്രസൻസ് ഓഫ് കാർബണേറ്റ് CO3 2-. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ കൺഫർമേറ്റ് ടെസ്റ്റ് ചെയ്താൽ എന്താണ്, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. സോ പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, കെമിസ്ട്രി കൂടി എഴുതണം. കെമിസ്ട്രി ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവിടെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ എന്താണ്, ബേരിയം കാർബണേറ്റ് ഉണ്ടായതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ഓഫ് കാറ്റയോണിലേക്ക് വരുന്നു. ആദ്യം ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ എഴുതിയിരിക്കണം, ചെയ്യേണ്ട ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അതിൽ നമുക്ക് അമോണിയം ആയതുകൊണ്ട് 0th ഗ്രൂപ്പ് അല്ലേ, അപ്പൊ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, നോ പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് അമോണിയം അയോണ്. കിട്ടിയോ? കിട്ടി. ഇതിന് ശേഷം എന്താ, അമോണിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. NaOH ആഡ് ചെയ്യുമ്പോൾ സ്മെൽ ഓഫ് അമോണിയ ഗ്യാസ്, പ്രസൻസ് ഓഫ് NH3 ആണ്. അതിന്റെ കാരണം ഡിഫോർമേഷൻ ഓഫ് അമോണിയ ഗ്യാസ് എന്ന് പറയാൻ മതി. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെസ്ലേസ് റീജിയൻ ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ്. അതിന്റെ കാരണം ഒരു മെർക്കുറിന്റെ ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രസൻസ് ഓഫ് അമോണിയം കൺഫേംഡ്. ലാസ്റ്റ് റിസൾട്ട് കൊടുക്കും, ദ ഗിവൺ സാൾട്ട് കണ്ടെയ്ൻ കാർബണേറ്റ് ആസ് ആനോൺ ആൻഡ് അമോണിയം ആസ് കാറ്റയോൺ. അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയ ആനോൺ വരെ എഴുതുക, അതിന്റെ കൺഫർമേറ്റർ എഴുതുക. പിന്നെ താഴെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ, നമുക്ക് ഏതാണോ കാറ്റയോണ് ആ കാറ്റയോണിന്റെ ഗ്രൂപ്പ് വരെ എഴുതുക. അതിനുശേഷം ആ കാറ്റയോണിന്റെ ഐഡന്റിഫിക്കേഷനും കൺഫർമേറ്ററും എഴുതുക. ലാസ്റ്റ് റിസൾട്ട് കൊടുക്കുക. ദ ഗിവൺ സാൾട്ട് കണ്ടെയ്ൻ ആനയോൺ എന്ന് പറഞ്ഞാൽ ആരായത് മക്കളെ, കാർബണേറ്റ്. വേർഡ്സിലും എഴുതുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുലയും കൊടുക്കുക, CO3 2-. അതേപോലെ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അമോണിയം. കാറ്റയോൺ എന്താ മക്കളെ, അമോണിയം അയോൺ ആണ് അല്ലെ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അമോണിയം അയോൺ ആണ്. അമോണിയം, ദാറ്റ് ഈസ് NH4 പ്ലസ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിന് കിട്ടും 16 മാർക്ക്. എത്ര മാർക്ക്? 16 മാർക്ക്. ശരിയാണ് അല്ലെ. അതിന്റെ മുന്നേ റിപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. റിപ്പോർട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ വിട്ടുപോയി. റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ ചെയ്തു. അപ്പൊ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൺഫർമേറ്ററി അടക്കം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറയും, അപ്പൊ ഒന്ന് ചൂട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അവിടെ ഉടായ്പൊന്നുമില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കണ്ട് പഠിക്കണം. അപ്പൊ സ്കീം പഠിക്കാൻ നിർബന്ധമാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ സ്കീമിലൂടെ പോയാൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ എവിടെ ഇതിൽ നമുക്ക് 15 മാർക്ക് ഉണ്ട്. അതേപോലെ നമ്മളെ പ്രൊസീജിയറിന് 3 മാർക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് 40-ൽ 40 ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ അടിപൊളി ആവട്ടെ. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എടുത്ത എഫേർട്ട്, അതിനുള്ള റിസൾട്ട് 40-ൽ 40 എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ കിട്ടരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ എന്നും പറയുന്ന പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുന്നുണ്ട്, ജസീൽ ബിൻ ഹംസ. അതിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട് 7293131087. വാട്സപ്പിലൂടെ ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രം അയച്ച് സഹായിക്കാന്ന് മാത്രം പറയുന്നു. സോ അടിപൊളിയായിട്ട് നിങ്ങളെ കൂടെ തന്നെ നമ്മളുണ്ട്. സോ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ, ആപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അതിലൂടെ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോയും നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് സാറേ, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക. സോ നിങ്ങളെ കൂടെ നമ്മളുണ്ട്, നമ്മളെ കൂടെ നിങ്ങളും ഉണ്ടാവണം. സോ ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം അടിപൊളി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ചിന്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക, നിങ്ങളെ പാരന്റ്സിനെ കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, നിങ്ങളെ പാരന്റ്സിലെ ആ കണ്ണുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് +2 റിസൾട്ട് വരുന്ന സമയത്ത് ആ കണ്ണുകളിൽ തിളക്കം കാണണ്ടേ? തിളക്കം കാണണം. നിങ്ങളെ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട്, അതേപോലെ ബസ്സിൽ യാത്ര ചെയ്ത് ജോലിക്ക് പോയിട്ടൊക്കെ വളർത്തുന്ന, അതേപോലെ ഓഫീസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് വളർത്തുന്ന നിങ്ങളെ പാരന്റ്സിന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണ്ടേ? പല ആൾക്കാരും 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൊടുത്തവരുണ്ടാവും അല്ലെ. നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. നിങ്ങൾ ആ ഒരു കണ്ണിലെ തിളക്കം ഒരു തവണ കണ്ടതാണ്. ഇനി അതിനേക്കാളും തിളക്കമുള്ള വജ്രമല്ല, മരതകല്ല, അതിനേക്കാളും ഇന്ദ്രനീല തിളക്കമുള്ള ആ ഒരു കണ്ണിലെ ആ ഒരു തിളക്കം കാണാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. പാരന്റ്സിനെ ആലോചിക്കട. പഠിക്കാൻ നിങ്ങൾ ചിന്ത വരുന്നില്ലെങ്കിൽ നിങ്ങൾ പാരന്റ്സിനെ കുറിച്ച് ആലോചിക്കട. നമുക്ക് എല്ലാ ചിന്തയും വരും പഠിക്കാനുള്ള. അതുകൊണ്ട് മക്കളെ, യുവർ പാരന്റ്സ് യുവർ മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങൾ പാരന്റ്സിനെ അടിപൊളിയായിട്ട് സ്നേഹിക്കുക, അവരെ നിങ്ങൾ അടിപൊളിയായിട്ട് കൂടെ നിർത്തുക. ഭാവിയിൽ നിങ്ങൾക്ക് അവരെ നിങ്ങൾ ഒരുപാട് യാത്രകൾ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റണം. അതിനൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത് ആ ഒരു ചിന്തകൾ മനസ്സിലേക്ക് വരട്ടെ. സോ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലാബ് എക്സാം സെറ്റ് ആയിരിക്കും, ഒരു പേടിയും പഠിക്കേണ്ട. സോ പ്രാർത്ഥനയോടെ കൂടെയുണ്ട്.
സോ താങ്ക് യു. ഇറ്റ്സ് മീ ജസിൽ സാർ സൈനിങ് ഓഫ്.